ഗൈസ് നാളെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം ഗൈസ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഞാൻ എന്റെ ഷോർട്സിൽ പറഞ്ഞ ഞങ്ങൾ വ്ളോഗ് ഇടുവന്നു. അപ്പൊ ഇനി പടക്കം പൊട്ടിക്കണ വ്ളോഗാണ് ഗൈസ്. എന്നാ ഞങ്ങൾ മെഴുകുതിരി മേടിക്കാൻ പോണാണ്. വീട്ടിനകത്ത് മെഴുകുതിരി മേടിക്കണം, എന്നിട്ട് പൊട്ടിക്കണം ഗൈസ്. മെഴുകുതിരി മേടിച്ചാളാ? പിന്നെ ഏറ്റവും പടക്കത്തിനെ പേടിയായിട്ടുള്ള ഒരാളാണ് ഗൈസ്. വെട്ടമൊക്കെ സെറ്റാക്കി ഇനി പൊട്ടിക്കുക. സോ ഗൈസ്, ഞങ്ങൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഓരോരുത്തരായി ഓരോ കമ്പത്തിരി വെച്ചെടുത്തു. എന്നിട്ട് നമ്മൾ കുറേ നേരം കോപ്രായൊക്കെ കാണിച്ചു ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു ഗൈസ്, കാരണം കുറേ നാളായില്ല പടക്കമൊക്കെ പിടിച്ച ടൈം മീൻസ് ഒരു വർഷവും. അപ്പം എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഗൈസ്, ഇതാണ് എൻ്റെ ഫേവറേറ്റ് ലൈറ്റ് എന്നൊക്കെ പറയണ ഈ സാധനം. നല്ല രസമാണ് ഗൈസ്, ഇതിട്ടിങ്ങനെ കറക്കി കളിക്കാൻ. പിന്നെ അങ്ങനെ പേടിക്കാനുമില്ല, ഇത് നല്ല രസമാണ്. ഇത് നല്ല വെട്ടമാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഇത് നല്ല കാണാൻ രസമാണ്. പക്ഷേ ക്യാമറ ഗൈസ് അതിൻ്റെ വെട്ടം ഒടിങ്ങാണ്ട് മര്യാദ കാണാൻ പറ്റൂല. പിന്നെ നിങ്ങൾ മിക്കവരും കണ്ടൊരു മോമെൻ്റ് ആയിരിക്കും ഇത്. തിരിച്ചു വെച്ച് സ്കൈ ഷോട്ട് പൊട്ടിച്ചാൽ കാണിച്ചാൽ നമ്മുടെ മനസ്സ് ആരും കാണാതെ വരുത്. ഇത് ഷോർട്ട്സ് ഞാൻ ഇട്ടാണ്, എന്തായാലും ഒന്നും കൂടി നിങ്ങൾ കാണും. ഒരെണ്ണം എന്തായാലും പാളീസായി, പക്ഷെ ഞങ്ങളുടെ 2 ഉണ്ടായിരുന്നു ഗൈസ്. സോ അത് ഞങ്ങൾ കൊണ്ടുവന്നിട്ട് നേരെ മര്യാദക്ക് വെച്ചു, എന്നിട്ട് കത്തിച്ചു. അതെന്തായാലും നല്ലോണം വർക്കായി. പോളാന്ന് പടക്കം പൊട്ടിക്കാൻ കാര്യമായിട്ടെന്ന് പറഞ്ഞൂടാ. അച്ഛ കത്തിച്ചിട്ട് ഓടിക്കോട്ടെ അച്ഛേ. സഞ്ചാരണം പണിപാളി കേസ്. നിങ്ങൾക്കറിയാം ഇതൊരു സെറ്റായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ ബോക്സ് പൊട്ടിച്ച് അതുകൊണ്ട് വെച്ചുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ഇത് മറിഞ്ഞു കൊണ്ടുണ്ട്. ആദ്യത്തെ പൊട്ടിയ ഫോഴ്സിൽ ബാക്കിയെല്ലാം താഴ്ത്തോട്ട് കേസ്. അങ്ങനെ ഇങ്ങനെയായി. സോ ഗേസ്, കുറേ പടക്കം ഇതിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാമൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല ഗേസ്, ആകെ കുറച്ച് മാത്രം എടുത്തുള്ളൂ. എന്തായാലും കുറച്ചെടുത്തേക്ക് അടിപൊളിയായിരുന്നു. സോ എന്തായാലും ബൈ, ഇത്രയുള്ള വീഡിയോ. ബൈ ബൈ.